അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറ്റം പറയില്ല എന്ന് പറഞ്ഞു. എന്നെ പുറത്താക്കിയാലും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നു. അന്നും ഈ സംഘടനയുടെ ഒരു ബലം കൃത്യമായിട്ട് പ്രിയങ്കയുടെ കൂടെ നിന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബലം കൊടുക്കാനുള്ള ആളല്ല അമ്മ. നമ്മൾ കുറ്റമൊക്കെ ചെയ്ത് വല്ല പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ ഇത് അമ്മ ഏറ്റെടുത്ത് നമ്മളെ നോക്കട്ടെ എന്ന് പറയാൻ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്താണ്? പ്രിയങ്കയെ മാത്രം നോക്കുന്ന മക്കളൊക്കെ ഒരുപോലെ തന്നെയാണ്. പല മക്കളും പല കുറ്റങ്ങളും ചെയ്യും ഇല്ലേ? മക്കളാവുമ്പോൾ മക്കൾ ഒരു മോൻ ചെയ്യുന്നതായിരിക്കില്ല മറ്റേ മോൻ ചെയ്യുന്നത്, മറ്റേ മോള് ചെയ്യുന്നത്. അങ്ങനെ അമ്മയാണോ ഇതിനൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കോടതിയിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മയാണോ ഓരോ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ല. അമ്മയ്ക്ക് പേര് ദോഷം ഉണ്ടാക്കാതെ മക്കൾ നോക്കുക എന്നുള്ളതാണല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അമ്മ എൻ്റെ കൂടെ വന്നിട്ട് എല്ലാ കേസുകളുടെ കാര്യം ഞാൻ പറയണേ, അതിനകത്തുള്ള ഏത് കേസ് ആർക്ക് വന്നാലും ഒരംഗത്തിനൊരു കേസ് വന്നാൽ അമ്മയല്ല അത് തിരുത്തി കൊടുക്കേണ്ടത്. അത് നമ്മുടെ പേഴ്സണൽ കേസാണല്ലേ. അമ്മയിൽ നിന്നും അകത്തുനിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് വെച്ച് വന്നിരിക്കുന്നതോ അമ്മ അതിനകത്തുള്ള അധികാരികളിലോ പെട്ട ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ അമ്മ ഇടപെടാം. ഇത് പേഴ്സണലി നമ്മൾ വന്നിരിക്കുന്ന ഒരു കാര്യം അമ്മ തീർത്തു തരണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്, നമ്മുടെ ഒരു ബലമാണ് അമ്മ. ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ അതിലൊരു അംഗമാവുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് നമ്മുടെ. അത് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്ക് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അമ്മ അത് തീർക്കേണ്ട കാര്യങ്ങളല്ല, അത് ഞാനാ തീർക്കേണ്ടത്. നമ്മൾ സ്വയം തന്നെ തീർക്കണമെന്ന വിശ്വാസത്തിലാണ്. ഈ തുടക്കം മുതൽ നമ്മുടെ ഒരു വരവ് നല്ല ഡയറക്ടറിന്റെ കൂടെയാണ്. എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പറഞ്ഞാൽ ഏതായിരിക്കും പറയും? എനിക്ക് എന്നും ഓർത്തിരിക്കാനും എൻ്റെ മനസ്സിനെ വിഷമിച്ചുള്ള ഒരേ ഒരു ഡയറക്ടർ സിദ്ദിഖ് സാറാണ്. സിദ്ദിഖ് സാറിൻ്റെ മരണം എനിക്ക് ഞാൻ കാണാൻ പോലും വന്നിട്ടില്ല. കാരണം എനിക്ക് മരിച്ചു എന്ന് വിശ്വസിക്കാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലത് മരിച്ചു എന്നൊരു വിശ്വാസമാവും. ഞാൻ വന്നില്ല. കാരണം വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ആ ചുരിദാർ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കൂടിയാണ് ഞാൻ വരുന്നത്. സത്യത്തിൽ ആ ചുരിദാറിൻ്റെ സീൻ വന്നപ്പോഴും എൻ്റെ വിചാരം എന്നെ ഈ പടം കണ്ട് ആരും തിരിച്ചറിയാൻ പോകണില്ലെന്നാണ്. കാരണം എൻ്റെ ഒരു ഫീൽഡേ സിനിമയല്ല. അപ്പോൾ ആ പടം സിദ്ദിഖ് സാറ് ഞങ്ങളൊക്കെ കൂടി ഇരുന്നാണ് ആ പടം കാണുന്നത്. അമ്മയുണ്ട് എൻ്റെ കൂടെ, അമ്മയാണ് എപ്പോഴും കൂടെ ഉണ്ടാവും. അതായത് എല്ലാവരും കളിയാക്കുമ്പോൾ അമ്മനും മോളിയാണെന്ന് പറയും, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ആ സിനിമ കണ്ട് തിരിച്ചറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരാളും ദേ ചുരിദാർ കയറിയ പെണ്ണെന്ന് പറയണേ കേട്ടപ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ ഒരു ചെറിയ സീൻ ഇത്രയും നല്ല ഡയറക്ടേഴ്സിൻ്റെ പടം, ലാലേട്ടൻ്റെ പടം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ ഒരു ചെറിയ സീൻ എന്നെ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് നല്ല കൊള്ളാലോ, അത്രയും പേര് ആ ചുരിദാർ കയറിയ പെണ്ണല്ലേ. അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു ആ പടം. അത് കഴിഞ്ഞപ്പോഴാണ് ലളിത ചേച്ചിയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ. ഞാൻ ജനിച്ചു വളർന്നത് ഭരതേട്ടൻ്റെ വീട്ടിലാണ്. ലളിത ചേച്ചിയും എല്ലാവരുമായിട്ട് ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ജനിച്ചു വന്നൊക്കെ അവിടെയാണ്. അപ്പോൾ ലളിത ചേച്ചിയാണ് ഭരതേട്ടനോട് പറയുന്നത് വെങ്കലത്തിലേക്ക് ഞാൻ എത്താൻ കാരണം. പിന്നെ നിങ്ങൾക്കറിയാലോ സിദ്ദിഖ് സാറിൻ്റെയും സിദ്ദിഖ് ലാൽ സാറിൻ്റെയും മാന്നാർ മത്തായി സ്പീക്കിംഗ്, ശകുന്തള. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സിനിമാ ഫീൽഡിൽ ഏറ്റവും ബഹുമാനവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനും ഒരുപാട് ദൈവത്തിന് തുല്യം കാണുന്നൊരു ഡയറക്ടർ ആരാന്ന് വെച്ചാൽ സിദ്ദിഖ് സാറാണ്. അതുപോലെ നല്ല എനിക്ക് പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും സാറില്ല പ്രിയങ്കയ്ക്ക് ഇനിയും അദ്ദേഹം ഒരു സിനിമ സിനിമയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയങ്കയുടെ സമയം വരുന്നേ ഉള്ളൂ, പ്രിയങ്ക വെയിറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ വെയിറ്റ് ചെയ്യും. അമ്മൂമ്മയല്ല അങ്ങറ്റത്തെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ജീവിച്ചിരിപ്പോണ്ട് ഞാൻ അഭിനയിച്ചിരിക്കും. ആ ഒരു ആ കൂട്ടുകെട്ടാണ് പ്രിയങ്കയ്ക്ക് എന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്നത്. അത്തരം കൂട്ടുകെട്ടുകൾ ഇപ്പോഴുണ്ടോ സിനിമയിൽ? എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട്. ഇപ്പോൾ ഒരു കുറേ ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ ന്യൂ ജനറേഷൻ പല തട്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. കുറേ ഗ്യാങ് അവരുടെ ആൾക്കാരെ മാത്രം വിളിച്ചൊരു പടം ചെയ്യുന്നു. പടം കണ്ടറിയാൻ പറ്റും. ക്യാമറാമാൻ, ഡയറക്ടറെ, കുറച്ച് ആർട്ടിസ്റ്റുകൾ, കുറേ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാർ വിളിച്ച് അവർ ചെയ്യുന്നു. അങ്ങനെ അവരായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പടങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പണ്ടത്തെ കൂട്ടായ്മ ഒന്നുമില്ല. കാരണം പണ്ടൊക്കെ ഞങ്ങൾ പടം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ചേരിട്ടിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടാണ് നമ്മുടെ ഷോട്ട് കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എല്ലാവരും കാര്യമണി കയറുന്നു, അവനവൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു. നമ്മൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇപ്പോൾ ഇല്ല. സംസാരിക്കാൻ പോലും നേരമില്ല ആർക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പണ്ടത്തെ ഒരു ഇത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പടങ്ങളിൽ. പിന്നെ നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോഴും വരുമ്പോൾ ജാഫ്രിക്ക ഉണ്ട് ഈ പടത്തിൽ, ഇന്ദ്രൻ സൈഡിനുണ്ട് ഈ പടത്തിൽ, ഞങ്ങൾ ഇപ്പോഴും ഒരുപോലെ തന്നെ വരുമ്പോൾ ഞങ്ങളുടെ ആ വൈബ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളത് എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു കാരവണിലല്ലോ ഇന്നിരുന്നത്. ഞങ്ങൾ പരസ്യമായിട്ട് മാവിൻ്റെ ചുവട്ടിലാണ് ഞങ്ങളിരുന്നത്. ആര് കാരവൺ അവിടെ ഉണ്ട്, ഇന്ദ്രൻ സൈഡും ജാഫ്രിക്കയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നാണ് സംസാരിക്കണേ. ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഏതായിരിക്കും? എനിക്കോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ്റെ സ്നേഹം എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. 4 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് നഷ്ടമാണ്. പിന്നെ ഫീൽഡിൽ വന്നാലല്ലോ എൻ്റെ ജീവിതത്തിലെ നഷ്ടം എൻ്റെ അച്ഛൻ തന്നെയാണ്.
ഫീൽഡിലുള്ള നഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സിദ്ദിഖ് സാറിൻ്റെ ഒരു നഷ്ടം വലിയൊരു നഷ്ടം, ഭരതേട്ടൻ്റെ നഷ്ടം എനിക്ക് വലിയൊരു നഷ്ടം. കാരണം ഭരതേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അടുത്ത പടം, ഭരതേട്ടൻ്റെ പിന്നത്തെ പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ അദ്ദേഹം വെച്ചിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവളെ ട്രെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇവൾക്ക് ഇനിയും സമയമുണ്ട്, ഇവൾക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വൈശാലി സമയത്തൊന്നും ഞാൻ അഭിനയിക്കുന്നില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫീൽഡിൽ ചിലപ്പോൾ എനിക്ക് വേറെ ഒരു തലവായിരിക്കും ഉണ്ടാവുക. ഈ ഗ്യാങ്ങിന്റെ കാര്യം പറഞ്ഞു, അപ്പം ഒരു ഗ്യാങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ഡയറക്ടേഴ്സാണ്. നമ്മളിന്ന് അവർക്കൊന്നും ഒരു പരിചയം ഒന്നുമില്ല. എനിക്കറിയില്ല എന്താ അവർ വിളിക്കാത്തതെന്ന്. നമ്മൾക്ക് ഇനി ചെയ്യാൻ കഴിയില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ ന്യൂ ജനറേഷൻ പടങ്ങളുടെ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ചേച്ചിയൊക്കെ അഭിനയിച്ചു, ചേച്ചി അങ്ങനെ പറയല്ലേ, അടുത്ത പടത്തം അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ എത്തിപ്പെടാത്ത ചിലപ്പോൾ ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അത്രയും സീനില്ല, ചെറിയൊരു സീനോട് ചേച്ചി വിളിക്കേണ്ടെന്നായിട്ടായിരിക്കും, ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്നതായിരിക്കും. നമുക്കതൊന്നും അറിയില്ലല്ലോ. അതിന് നമുക്ക് ദുഃഖമില്ല. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ന്യൂ ജനറേഷൻ അല്ല, ഏത് പടാണെങ്കിലും എൻ്റെ തലയിൽ ആ ക്യാരക്ടർ ചന്ദ്രിക, ഈ പഞ്ചവർണ്ണ ഇങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടുമെന്നേ, അത് വിശ്വസിച്ചാൽ പോരെ. ഈ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാത്തതാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഡയറക്ടർ പറഞ്ഞിട്ട് വിളിക്കാത്ത അവിടെയൊക്കെ കളിക്കുന്നത് പ്രൊഡക്ഷൻ ടീമുകളായിരിക്കും. പ്രൊഡക്ഷൻ ടീമിനെ ഞാൻ അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയാനൊന്നും തയ്യാറില്ല. ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഡയറക്ടർ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കിയുള്ളൂ, പ്രിയങ്ക എപ്പോഴും പറഞ്ഞാൽ പ്രിയങ്ക വിളിക്കാൻ പറഞ്ഞു, പ്രിയങ്കയ്ക്ക് പറ്റൊരു ക്യാരക്ടർ പറഞ്ഞ് ഞാൻ വിളിക്കാൻ പറഞ്ഞ് ആളെ വിട്ടപ്പോൾ അവർ പറഞ്ഞ വാക്ക് ഇതാണ്, അവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അവർ ബിസിയാണ്. അന്ന് ഞാൻ ഒരു സീരിയലും ചെയ്തിട്ടില്ല. ഞാൻ 14 വർഷത്തിന് ശേഷമാണ് ഈ സീരിയൽ ചെയ്യുന്നത് തന്നെ. പക്ഷെ ഒന്നും ഞാൻ ചെയ്യാറില്ല. സ്റ്റേജ് പ്രോഗ്രാം എല്ലാം വന്നാൽ ചെയ്യും, ഇനോഗ്രേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി. എന്തിനാണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ആൾക്കാർ സ്ഥിരം വിളിക്കുന്നവരുണ്ടാവും, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നപ്പോൾ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെപ്പോഴും അത് ആരുടെയും കുറ്റമല്ല. ഞാൻ അലീനെ വിളിച്ചുകൊണ്ടിരിക്കണം, അലി ഇതാ എന്നെ പോലെ ചെയ്തിട്ട്, അപ്പോൾ പ്രിയങ്ക ഇപ്പോൾ തമിഴിലുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. എന്തിനാ കുറ്റം പറയണത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒരു ലൊക്കേഷനിൽ എന്തെങ്കിലും കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഞാൻ അങ്ങനെ കൈപ്പേറിയ അനുഭവം ഇങ്ങോട്ട് വന്ന് തിരിച്ച് അതിനേക്കാൾ ഇരട്ടി കൊടുത്തിട്ട് ഇറങ്ങി പോകും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവം ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ഒരെണ്ണത്തിൽ നിൽക്കാറുമില്ല ഒരു ലൊക്കേഷനിലും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലർ പറയും ഭയങ്കര, എനിക്കൊന്നും തോന്നിയിട്ടില്ല. പ്രിയങ്ക ഉള്ള ലൊക്കേഷനിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട് പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രിയങ്ക അതിനകത്ത് ഇടപെടുകയും ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളാ ലൊക്കേഷനിൽ അല്ലേ. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോവാം. ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ഇപ്പം എനിക്ക് അലിയോട് സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അത് നാളെ അലിയോട് ഞാൻ കുറേ സംസാരിച്ചിട്ട് നാളെ അലി എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ സംസാരിച്ച അന്ന് ഇത് പറഞ്ഞില്ലേ എന്നും പറയുന്നത് തെറ്റാണ്. ചെയ്യരുത്, ഒരു പെണ്ണും ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കണം അതുപോലെ. അലി എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അലി ആ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ ആവർത്തിക്കരുന്ന് അന്ന് പറയണം. കുറേ നാൾ കഴിഞ്ഞിട്ട് അന്ന് അലി അത് പറഞ്ഞില്ലേ എന്നും പറഞ്ഞു വരുന്നത് ഒരു പെണ്ണിന് ചേർന്നതല്ല. ഈ ഫീൽഡിലും അത് ശരിയല്ല. ഈ ഫീൽഡിൽ പലതും പറയുന്നുണ്ട്, അവരങ്ങനെ പോയി. എന്താണ് ആ പറയുന്നതിന് അർത്ഥമുള്ളത്? എൻ്റെ ഇഷ്ടമാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമായി മാത്രം കാണണം. അല്ലാതെ അത് നടന്ന് അവിടെ ഇവിടെയൊക്കെ കുറേ കഴിഞ്ഞിട്ടും ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്. ഒരു പെണ്ണും ഒരു കാരണവശാലും അങ്ങനെ ഒരാളെ ആരോപിക്കരുത്, പോകരുത്. എൻ്റെ അമ്മ എൻ്റെ കൂടെ നടക്കുന്നത് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്നെ ഏത് രാത്രി എവിടെയും കൊണ്ട് നിർത്തിക്കോ, എന്നെ നോക്കി വരാൻ, എനിക്ക് തിരിച്ചു വരാൻ എനിക്കറിയാം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്താ, എൻ്റെ ഒരു കൂടെ വരുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം. അവൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും കൂടെ ഉണ്ട്, എനിക്കൊരു സമാധാനം. എന്ത്, എൻ്റെ അമ്മ ഒറ്റയ്ക്ക് റൂമിലിരിക്കുക, ഭക്ഷണവും കഴിച്ച് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടല്ലോ, സുഖമായിട്ട് ഇരുന്നോട്ടെ. ഞാൻ കഴിക്കുന്ന ഫുഡ് അമ്മ അവിടെ ചിലപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ ചോറും എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും, ഞാനിവിടെ ഇറച്ചി മീനൊക്കെ കഴിക്കും, അമ്മയും കഴിച്ചോട്ടെ. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സുഖമല്ലേ ഇത്. അല്ലാതെ അമ്മ വന്നതുകൊണ്ടോ ആര് കൂടെ വന്നതുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ഇതൊന്നും ഒരു തടസ്സമേ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്.